LPG പ്രതിസന്ധിയുടെ പേരിൽ രാജ്യത്ത് അനാവശ്യ ഭീതി പരത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഭ്രാന്തി സൃഷ്ടിക്കുന്നവർ ജനമധ്യത്തിൽ സ്വയം തുറന്നു കാട്ടപ്പെടുകയാണെന്നും അത്തരം നീക്കങ്ങൾ സാധാരണക്കാരെ വേദനിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ എല്ലാവിധ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. നിലവിലെ സാഹചര്യം മുതലെടുത്ത ഉൽപ്പന്നങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചില നിക്ഷിപ്ത താൽപര്യക്കാർ ബോധപൂർവം LPG ക്ഷാമത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇത്തരം വ്യാജ വാർത്തകൾ ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയും വിപണിയിൽ അനാവശ്യമായ തിരക്കിനും പൂഴ്ത്തിവെപ്പിനും കാരണമാവുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതിലൂടെ ഇവർ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെയാണ് ദ്രോഹിക്കുന്നത്. രാഷ്ട്രീയ ലാഭത്തിനായി ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തുന്നത് ജനാധിപത്യപരമായ കീഴ്വഴക്കമല്ലെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ഈ പ്രതിസന്ധിയെ നേരിടുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും മാധ്യമങ്ങൾക്കും യുവാക്കൾക്കും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് മോദി പറഞ്ഞു. നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിലായാലും സമാധാനം നിലനിർത്താനും ശരിയായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും യുവതലമുറ മുന്നിട്ടിറങ്ങണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മാധ്യമങ്ങൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കേണ്ട സമയമാണിത്. വസ്തുതകൾ പരിശോധിക്കാതെ വാർത്തകൾ നൽകുന്നത് ജനങ്ങളിൽ ഭയം വളർത്തും. സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും കൈകോർത്ത് നിന്നാൽ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലും ലോക നേതാക്കൾ ഇന്ത്യയെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വിശ്വസ്തത വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഇത് നമ്മുടെ ഉത്തരവാദിത്തം ഇരട്ടിയാക്കുന്നുണ്ടെന്നും മോദി കൂട്ടിച്ചേർത്തു. ഭാവിയുടെ ഭാഗമാകണമെങ്കിൽ ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്ന് ഇന്ന് ലോകത്തിനറിയാം. ആഗോള വിതരണ ശൃംഖലയിലും സാങ്കേതിക വിദ്യയിലും ഇന്ത്യ നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ട്. വികസിത ഇന്ത്യ എന്ന ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നത്. വെറും പുരോഗതി മാത്രമല്ല, മറിച്ച് ഇന്ത്യ ലോകത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള കുതിപ്പിലാണ്. ഈ യാത്രയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലോകം പലവിധ വെല്ലുവിളികളിലൂടെയും ദുഷ്കരമായ ഘട്ടത്തിലൂടെയുമാണ് കടന്നുപോകുന്നത്. എന്നാൽ ഇന്ത്യ പ്രത്യാശയുടെ കേന്ദ്രമാണ്. ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇന്ത്യക്ക് ഇന്ന് വലിയ സ്വാധീനമുണ്ട്. ലോകത്തിന്റെ മുഴുവൻ ഗുരുത്വാകർഷണ കേന്ദ്രമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പല ലോക നേതാക്കളും നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നയങ്ങളും ജനങ്ങളുടെ കരുത്തും ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അഭിമാനകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള പരിശ്രമത്തിലാണ്. LPG വിതരണത്തിലെ തടസ്സങ്ങൾ താൽക്കാലികം മാത്രമാണ്. അടിസ്ഥാനരഹിതമായ ഭയത്തിൽ വീഴാതെ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയാൻ സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് കർശന പരിശോധനകൾ നടത്തും. ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നവർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സാധാരണക്കാരുടെ അടുക്കളയെ ബാധിക്കുന്ന ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. LPG സബ്സിഡിയും വിതരണവും സുതാര്യമായി തുടരും. അർഹരായവർക്ക് കൃത്യസമയത്ത് സിലിണ്ടറുകൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഉജ്ജ്വല യോജന ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ ദശലക്ഷക്കണക്കിന് വീടുകളിൽ LPG എത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. ഈ നേട്ടങ്ങളെ തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒറ്റപ്പെടുത്തണം. ഐക്യത്തോടെയും കരുത്തോടെയും മുന്നോട്ടു പോയാൽ മാത്രമേ വികസിത രാഷ്ട്രം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ കഴിയൂവെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. യുവാക്കൾ ഡിജിറ്റൽ മാധ്യമങ്ങളെ ജാഗ്രതയോടെ ഉപയോഗിക്കണം. വ്യാജവാർത്തകൾ തടയാനും ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും യുവാക്കൾക്ക് സാധിക്കും. രാജ്യത്തിന്റെ പുരോഗതിയിൽ ഓരോ പൗരനും പങ്കാളിയാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യ ഇപ്പോൾ സ്ഥിരതയിലേക്ക് മുന്നേറുകയാണ്. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തെ ഭയപ്പെടുമ്പോഴും ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് പോസിറ്റീവായി തുടരുന്നത് നമ്മുടെ നയങ്ങളുടെ വിജയമാണ്. ഈ സ്ഥിരത നിലനിർത്തുകയാണ് ലക്ഷ്യം. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഇന്ധന വില വർധനവും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഇന്ത്യയും ബാധിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് ഭാരമാകാത്ത രീതിയിലുള്ള ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാർ നടത്തിവരുന്നത്. ഭാവി തലമുറയ്ക്കായി ശക്തമായ ഒരു ഇന്ത്യയെ കെട്ടിപ്പടുക്കാനുള്ള പ്രയാണത്തിൽ എല്ലാവരുടെയും സഹകരണം പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കി വികസന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്താണ് പ്രസംഗം അവസാനിപ്പിച്ചത്.